മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. മത്സ്യബന്ധനത്തിനായി പുലർച്ചെ പോയ 11 സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമാണ്. മുതലപ്പുഴ അടിമുഖത്ത് വെച്ചാണ് 11 സംഘം അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനത്തിനായി പോകവെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. അപകടത്തിൽ കാലിനും തലയ്ക്കും പരിക്കേറ്റവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 6:30-ക്ക് ശേഷമാണ് സംഭവം നടന്നത്. നമ്മുടെ മുട്ടിറങ്ങി പോകുന്ന സമയത്ത് പ്രതീക്ഷിതമായിട്ട് 2 തിരമാലകൾ പെട്ടെന്ന് ഉയർന്നു പൊങ്ങിയതാണ് ഈ അപകടത്തിന് കാരണമായത്. 37 പേര് വള്ളത്തിൽ പണിക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 10ഓളം ആൾക്കാരാണ് കടലിൽ തെറിച്ച് വീണിട്ടുള്ളതും അല്ലാതെ ചാടി വെള്ളത്തിൽ വീണിട്ടുള്ള ഏകദേശം 10 പേരാണ്. അതേസമയം വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളും പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടില്ലെന്നും ആരോപിച്ചു. നേതാക്കന്മാർ പറയുന്നത് നാളെ പറയും, മറ്റന്നാൾ വരുമെന്ന് പറയുന്നത്. നമ്മൾ ഭരണപക്ഷമായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ആരും മത്സ്യത്തൊഴിലാളി മേഖലയെ ശ്രദ്ധിക്കുന്ന ഒരു പ്രവണതയില്ല. മന്ത്രി സജി ചെറിയാൻ പലതവണ വന്ന് പറഞ്ഞിട്ടുണ്ട് 1 മാസത്തിനകം പരിഹാരം ഉണ്ടാകും, 6 മാസത്തിനകം പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലും സമാന രീതിയിൽ വള്ളം മറിഞ്ഞിരുന്നു. പരിക്കുകളൊന്നും ഇല്ലാത്തതിനാൽ അവർ അതേ ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോവുകയും ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.